താൻ വീണ്ടും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ പാർട്ടിക്കുള്ളിൽ എതിർപ്പുണ്ടായിരുന്നുവെന്ന് കെ.പി. മോഹനൻ എം.എൽ.എ. മണ്ഡലം കമ്മിറ്റികളിൽ ചില ഭാരവാഹികൾ എതിർപ്പുന്നയിച്ചു. എന്നാൽ നേതൃത്വം ഈ കാര്യത്തിൽ തനിക്കെതിരെ പ്രതികരിച്ചിരുന്നില്ലെന്നും കെ.പി. മോഹനൻ പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ കൗൺസിൽ യോഗം വിളിച്ച് കൗൺസിലിലെ ആളുകളെ കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ പല അഭിപ്രായത്തിലും നേരിട്ടല്ലാതെയും ചില അഭിപ്രായങ്ങൾ വന്നത് ഞാൻ മത്സരിക്കരുത് എന്ന അഭിപ്രായം തന്നെ കൗൺസിൽ യോഗത്തിൽ വന്നു. ഞാൻ എന്തായാലും അതിനു മുമ്പേ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി തന്നെ ഏകദേശമുള്ള തീരുമാനമെടുത്തിരുന്നു, മത്സരിക്കുന്നില്ല എന്ന്. അന്നത് അവിടെ അറിയിക്കുകയും ചെയ്തു. അപ്പം അത് വാർത്തയായപ്പോഴാണ് പലരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയത്, അതെന്താ അങ്ങനെ. ഞാൻ പറഞ്ഞു അത് നമുക്ക് പിന്നെ പറയാം, എന്തായാലും ഞാൻ മത്സര രംഗത്തില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടും അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. മന്ത്രിയായപ്പോഴും അത് എം.എൽ.എ. ആയപ്പോഴും ഒക്കെ തന്നെ നാട്ടിലെ വികസനവും നാട്ടിലെ പ്രവർത്തനവും നാട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ തന്നെ വികസന രംഗത്തും ഒക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ. വീണ്ടും മത്സരിക്കേണ്ടെന്ന കാര്യം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഫെബ്രുവരിയിൽ തന്നെ ഈ കാര്യം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. പി.കെ. പ്രവീൺ തന്റെ കുടുംബാംഗമായതുകൊണ്ടാണ് താൻ പാർട്ടി വേദികളിൽ ആ കാര്യം പറയാതിരുന്നത്. ഈ കാര്യം താൻ മുൻകൈയെടുത്ത് പറഞ്ഞാൽ പാർട്ടിയിൽ വിവാദമുണ്ടാകുമെന്ന് കരുതി. തന്റെ ജ്യേഷ്ഠ സഹോദര പുത്രനായ പി.കെ. പ്രവീൺ മത്സരിക്കണമെന്ന് ജ്യേഷ്ഠനും നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഏട്ടൻ്റെ ആഗ്രഹമാണ് സാധിപ്പിച്ചു കൊടുത്തത്. നേരിട്ട് പറഞ്ഞാലുണ്ടാകുന്ന വിഷമം കൊണ്ടാണ് നേരിട്ട് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് മനസ്സിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാലൊരു ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മനസ്സിൽ നിന്നൊരു ഘനം കഴിക്കുക എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലൊരു യോഗം പത്രസമ്മേളനം വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. താൻ വീണ്ടും മത്സരിക്കുന്നതിൽ CPM-ന് എതിർപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൂത്തുപറമ്പിൽ വികസന ജാഥ തന്റെ നേതൃത്വത്തിൽ 3 ദിവസം നടത്തിയത്. MLA അല്ലെങ്കിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ പിന്നോട്ടില്ലെന്നും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കൂത്തുപറമ്പിൽ നടത്തിയിട്ടുണ്ടെന്നും കെ.പി. മോഹനൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.